ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് 2 days വയനാട് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം 30-ലേറെ ടൂറിസ്റ്റ് പ്ലേസ് അവിടെ കാണാനുണ്ട്. അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 ഡാം, അതിലേറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ള ഡാം, വാട്ടർഫാൾസ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ള വാട്ടർഫാൾസ് സെലക്ട് ചെയ്തിട്ട് 2 days നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം 9 സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാനിങ്ങിൽ റിസോർട്ട് ഉൾപ്പെടുന്നില്ല. റിസോർട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വൺ ഡേ അതിന് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. റിസോർട്ട് ഉൾപ്പെടുത്താതെ ടൂറിസ്റ്റ് പ്ലേസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 2 days ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. ഹായ്, നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടിവാരത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് വയനാട് ചുരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് ലക്കിടി വ്യൂ പോയിൻ്റ് ആണ്, അതായത് ചുരം വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, ലക്കിടി വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളത് ചുരത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇവിടുന്ന് കാണാനുള്ളത്. പിന്നെ കാലിക്കറ്റ് കടപ്പുറത്തിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ചെറുതായിട്ട് ഫോഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 10 o'clock ഇവിടെ എത്തുകയെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. ചുരം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും. വ്യൂ പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഫുള്ളായിട്ട് നല്ല കരിമ്പാറായിട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചുരം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മളെ മുത്താണ്, ഫാറൂഖ്. മുത്തെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ചങ്കാണ്. നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യണത് ഫാറൂഖാണ്. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കരിമ്പാറ എന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്നതാണ് അത് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത്. ചുരം കയറി പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഫുള്ള് നല്ല വ്യൂ പോയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ ചെയിൻ ട്രീ ആണ്. ഇപ്പോൾ ചെയിൻ ട്രീയിലേക്കുള്ള ഇതാണ് ഈ ചെയിൻ ട്രീ വരുന്നത്, ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെയിൻ ട്രീക്ക് ഒരു ചരിത്രം പറയാനുണ്ട്. കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ച ഒരു മരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കരിന്തണ്ടൻ ആരാന്ന് വെച്ചാൽ ഈ ചുരം ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചുരം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്ത ഒരാളായിരുന്നു കരിന്തണ്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഈ മരത്തിലാണ് ആവാഹിച്ചത് എന്നാണ് നമ്മൾ ഈ ചരിത്രം പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവുകയാണ്. അടുത്ത ലൊക്കേഷൻ വരുന്നത് പൂക്കോട് ലൈക്കാണ്. അപ്പോൾ ഫാറൂഖ് ഇതാ ഗിയറൊക്കെ പുറത്തേക്ക് പറിച്ചിട്ടിട്ട് പറക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചങ്ങലമരത്തിൻ്റെ അവിടുന്ന് ഏകദേശം പൂക്കോട് ലൈക്കിലേക്ക് 10 കിലോമീറ്ററാണ് വരുന്നത്. യെസ്, അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മളെ സെക്യൂരിറ്റിയാണ് നിൽക്കുന്നത്. നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്കാം. പൂക്കോട് ലൈക്കല്ല ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, നടന്നിട്ട് കണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടല്ലോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ അലൗഡ് ഇല്ല. ഏകദേശം ഇവിടുന്ന് ഒരു 200 മീറ്റർ നടന്നു പോകാനുണ്ട്.
അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഇറങ്ങിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വരികയാണ് നല്ലത്. ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ വരുന്നത്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ 50 രൂപ പാർക്ക് ഫീ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് നടന്ന് പോവുകയാണ് ചെയ്യാറ്. ഇവിടെ അപ്പോൾ ഏകദേശം നമ്മൾ പൂക്കോട് എൻട്രിയിലേക്ക് എത്താറായി. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്, എൻട്രി ടിക്കറ്റ് വരുന്നത്. ഇവിടെ വർക്കിംഗ് ടൈം വരുന്നത് മോർണിംഗ് 9 o'clock മുതൽ ഈവനിങ് 5 o'clock വരെയാണ് ഇതിനിവിടെ വർക്കിംഗ് ടൈം വരുന്നത്. പിന്നെ ഇവിടെ 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിംസൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ. അപ്പോൾ ഈ കാണുന്ന തടാകത്തിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 30 ഏക്കർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ആഴം വരുന്നത് 40 മീറ്ററാണ് ഇതിൻ്റെ ആഴം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറിയിലായിട്ട് ഒരു വാക്കിംഗ് വേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിൾ റൈഡിങ് വരുന്നത് അതേ വേയിലൂടെയാണ്. പിന്നെ ഇവിടെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. 2 പേർക്കുള്ള പെഡലായിട്ട് നമ്മൾ മാനുവലായിട്ട് ചവിട്ടുന്ന 2 പേർക്കുള്ള ബോട്ട് സർവീസിന് 200 ആണ് വരുന്നത്. 4 പേർക്കുള്ളവർക്ക് 350 ആണ് വരുന്നത്. പിന്നെ മോട്ടർ വെച്ചിട്ടുള്ള ബോട്ടും അവൈലബിൾ ആണ്. അതിന് വരുന്നത് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈക്കിൾ റൈഡിങ് ഉള്ള പരിപാടിയിലാണ്. ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കോ? അവർക്ക് പോട്ടെ. ആ ഓട്ടുണ്ട്. സൈക്ലിംഗ് ഉള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ സൈക്കിളിലാണ് റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ നടക്കാനുള്ളൊരു ഏരിയയാണ് ഉണ്ടാവും. ഇവിടെ നമുക്ക് മെയിനായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് കിളികളെ ശബ്ദമാണ്. പിന്നെ കിളികളെ നേരിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു മലയണ്ണാനെ കാണാൻ പറ്റി. ഞാൻ കാണിച്ചു തരാം. റൂമേ കിട്ടുന്നില്ല. പിന്നെ നമുക്കിവിടെ എൻജോയ് ചെയ്യാനുള്ളത് ഫിഷ് തെറാപ്പിയാണ്. അപ്പം അതൊന്ന് കാണിക്കാം.
ഇത് പൂക്കോടിലേക്ക് ഇപ്പോൾ ടൈം കഴിഞ്ഞു. ഇവിടെ നിന്ന് 10:30 നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അടുത്ത് പോണേ ബാണാസുര അല്ലേ, ബാണാസുര ഡാമാണ്. ഏഷ്യയിൽ തന്നെ മണ്ണിട്ടുണ്ടാക്കിയ ഡാമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാൻ പോകാം. ഓക്കെ, അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ചേച്ചി ഉപ്പിലിട്ട് വിൽക്കുന്നുണ്ട്. ഓക്കെ, അടച്ചു വെച്ചില്ല, ഉപ്പിലിട്ട് മേടിച്ചു. നമ്മളിനി വണ്ടി കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ബാണാസുരേക്കുള്ള ട്രാവലിങ്ങിലാണ്. അപ്പോൾ പൂക്കോട് ലൈക്കിൽ നിന്ന് നമുക്ക് ഏകദേശം 25 കിലോമീറ്റർ ആണ് ബാണാസുര ഡാമിക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ബാണാസുര ഡാമിൽ നമ്മൾ ചെറിയ ടീ ബ്രേക്കിലാണ്. ടീ ബ്രേക്ക് ചായ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ വെക്കടാ, ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ചായ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പൊ ബാണാസുര നമുക്ക് പാർക്കിംഗ് ചാർജ് വരുന്നത് 40 രൂപയാണ്. ബാണാസുരയിലെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. പിന്നെ ഡാമിൻ്റെ മുകൾക്ക് പോകാനായിട്ട് വാൻ സർവീസ് ഉണ്ട്. വാൻ സർവീസ് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് 20 രൂപയാണ് വാൻ സർവീസ് വരുന്നത്. ഒരാൾക്ക് 10. ഈ ഡാമിലേക്ക്, ബാണാസുര ഡാമിലേക്കുള്ള എൻട്രി ആണ്. എപ്പോഴാണ് മനസ്സിലാക്കിയത്? അപ്പൊ ഇത് സോളാറല്ല ഫാറൂഖ്, അത് സോളാർ പാനലാണ് അത്രയും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാണാസുര ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാണാസുര ഡാം എന്ന പേര് വരാൻ കാരണം ഒരു ചെറിയ കഥയുണ്ട്. അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു അസുര ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മഹാബലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ബാണാസുര എന്നായിരുന്നു മകൻ്റെ പേര്. ഈ മകൻ വസിച്ചിരുന്നത് ഈ കാടിലും ഈ വനത്തിലൊക്കെ ആയിട്ടായിരുന്നു വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് മകന് 1000 കൈകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഡാമിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏഷ്യയിൽ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഈ ബാണാസുര ഡാമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഫോട്ടോസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ റിസർവയറാണ്. ഡാമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തിരി മാറിയിട്ട് ഇത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതവിടെ ഊഞ്ഞാലാട്ടാണ്. ഊഞ്ഞാല നിന്നിട്ട് കിടന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ആടാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് നമുക്ക് ഊഞ്ഞാലാടാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഷ് മസാജാണ്. നമ്മൾ പൂക്കോട് ലൈക്കിൽ കണ്ട സെയിം മസാജാണ് ഇവിടെയും വരുന്നത്. ഇതിൻ്റെ ഫീ വരുന്നത് 10 മിനിറ്റിന് 70 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. എങ്ങനെയായാലും നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്യാനുള്ള ചെറിയ പരിപാടിയിലാണ്. ഇപ്പോൾ നമ്മൾ ഫാറൂഖിന് വെള്ളത്തിൽ കാല് കുത്താൻ ചെറിയൊരു മടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ലാംഗ്വേജ് പറഞ്ഞാൽ ചെറിയതായിട്ട് കിക്കിളി ആവുന്ന ഒരു ഇതാണ് സംഭവമാണ്.
അപ്പോൾ നമ്മൾ ഫാറൂഖിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കിക്കിലാണെന്നാണ് പറയണത് ഫാറൂഖ്. ഫാറൂഖ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഗായ്സ് ഒരു രക്ഷയില്ലാത്തൊരു പ്രത്യേക സുഖാട്ടോ. പക്ഷെ നമ്മൾ കൈ ഇട്ട് നോക്കിയപ്പോൾ കയ്യിലൊന്നും അവർ കൊത്താൻ വരുന്നില്ല. ഈ ഫിഷിനെ മേടിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ വരുത്തുന്നത്. ഒരു പീസിന് 12 രൂപ ആയിട്ടാണ് ഇവർ വരുത്തുന്നത്. പിന്നെ 1 year ആണ് ഇതിൻ്റെ ലൈഫ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല, നമുക്ക് ഇനിയും ഒരുപാട് ലൊക്കേഷൻ കവർ ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അതിൻ്റെ അടുത്തായിട്ട് ഒരു ഫിഷ് ഫീഡിങ് ഉണ്ട്. പിന്നെ അവിടെ വരുന്നതാണ് റോപ്പ് വേ വരുന്നുണ്ട്. അത് ചെറുതായിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 1 side വരുന്നത്, അതിന് ടിക്കറ്റ് വരുന്നത് 300 രൂപയാണ് വരുന്നത്. ഡാം കഴിഞ്ഞ് പോവുകയാണ്, നമ്മൾ റിട്ടേൺ പോവുകയാണ്. പിന്നെ ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത് കുറുവാദ്വീപാണ്. അപ്പോൾ ബാനാസുര ഡാമിൽ നിന്ന് കുറുവാദ്വീപിലേക്കുള്ളത് 35 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ലഞ്ചിനുള്ള നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു ലൊക്കേഷന് കണ്ടെത്താനുള്ള യാത്രയിലാണ്. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുറുവാദ്വീപിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉമ്മ ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം നമ്മളെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്യുകയാണ്. നമ്മളെ ബിരിയാണി തിന്നാനായിട്ടുള്ള കൈയൊക്കെ വാഷ് ചെയ്ത് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. അടുത്ത നമ്മുടെ 5ാമത്തെ ലൊക്കേഷനായ കുറുവാദ്വീപാണ്. അപ്പോൾ കുറുവാദ്വീപിലേക്കുള്ള ട്രാവലിങ്ങിലാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ കുറുവാദ്വീപ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മുമ്പത്തെ പോലല്ല, ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഇവിടെ സർവീസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചങ്ങാട്ടം സർവീസ് മാത്രമേ ഉള്ളൂ. ദ്വീപിലേക്ക് പോകാനുള്ള അലൗഡ് ഇവിടെ ഇപ്പോൾ ഇല്ല, താൽക്കാലികമായിട്ട് ക്യാൻസൽ ചെയ്ത് എന്നാണ് പറയുന്നത്. പിന്നെ ദ്വീപിലേക്കുള്ള സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ ഇതേപോലെ ഉച്ച ടൈമിലൊന്നും വന്നിട്ട് കാര്യമില്ല. മോർണിംഗ് 7 o'clock ഇവിടെ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ദ്വീപിലേക്ക് എൻട്രി പാസ് കിട്ടുള്ളൂ. ഏകദേശം ലിമിറ്റഡ് വെച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഏകദേശം 450 അത്ര ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞത്. ടിക്കറ്റ് 4 പേർക്ക് ടിക്കറ്റ്. ആ ചങ്ങാടത്ത് അത് തുഴയാൻ ആളുണ്ടാവുമല്ലോ.
അങ്ങനെയല്ല 4 പേർക്ക് എത്ര? ആ കാറാണ്. അപ്പോൾ ഇവിടെ വണ്ടിൻ്റെ പാർക്കിംഗ് ചാർജ് വരുന്നത് 30 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ചങ്ങാട്ടത്തിൻ്റെ സർവീസ് ചാർജ് വരുന്നത് 300 രൂപയാണ് 4 പേർക്ക്. അങ്ങനെ കറുക്ക കാണുന്നില്ല, ഒന്നും ചെയ്യണ്ടേ? അവനുണ്ട്. ഓക്കെ, ഞങ്ങൾ 4 പേരും ഒരു ചങ്ങാടത്തിലാണ്. ഓക്കെ 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 ഓക്കെ. ആ ഉമ്മാന്റെ കുട്ടിക്ക് ഉമ്മാക്ക് നീന്താനൊന്നും അറിയില്ല കേട്ടാ കുട്ടിയെ. അതേ പറഞ്ഞല്ല. ഇപ്പൊ നമ്മൾ ചങ്ങാട്ടത്തിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ കാണുന്ന റോപ്പിൽ പിടിച്ചിട്ടാണ് നമ്മൾ ചങ്ങാട്ടം ഫ്രണ്ടിലേക്ക് മൂവ് ആവണത്. Samurai sword on my back. You don't know how to act. Maybe you should relax. Maybe you should relapse. Just kidding. Stop, stop. Stop, 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 stop. Stop, 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 stop. അപ്പോൾ ചെങ്ങാട്ടത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇവർ നമ്മളെ ചുറ്റടുപ്പിച്ച് കാണിച്ച് തരുന്നുണ്ട്. നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞു. ഏകദേശം 30 മിനിറ്റിൻ്റെ മുകളിലായിട്ടുണ്ട്. ചാർജ് കഴിഞ്ഞിട്ടാ ഇപ്പൊ ക്ലിയർ കുറഞ്ഞു. 5% ഉള്ളൂ. അല്ല വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഞാൻ തുടങ്ങിയത്. ആ കുറുവാദ്വീപിന്ന് തോൽപ്പെട്ടി പോവാണ്. തോൽപ്പെട്ടി നല്ല അടിപൊളി ഫോറസ്റ്റ് ആണ്. കാടും ഫോറസ്റ്റും കൂടി അവിടെ ഇല്ലാത്ത ആരുമില്ല. ഇവിടെ ചോദിച്ചോക്കണം ചെടി. ഇവിടെ നമ്മൾ പോണ വഴിയിലൊക്കെ ചെടി.
അപ്പോൾ നമ്മുടെ 6ാമത്തെ ലൊക്കേഷൻ വരുന്നത് തോൽപ്പെട്ടിയാണ്. തോൽപ്പെട്ടി അല്ലെങ്കിൽ തിരുനെല്ലി ടെമ്പിളാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തീരുമാനിക്കാം തിരുനെല്ലി ടെമ്പിൾക്കാണോ തോൽപ്പെട്ടിക്കാണോ പോകേണ്ടത് എന്നുള്ളത്. തിരുനെല്ലി പോകാന്നുണ്ടെങ്കിൽ 13 കിലോമീറ്ററാണ് വരുന്നത്. തോൽപ്പെട്ടി പോകാന്നുണ്ടെങ്കിൽ 5.5 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് തോൽപ്പെട്ടി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുനെല്ലി ടെമ്പിളാണ്, നേരെ പോയി കഴിഞ്ഞാൽ തോൽപ്പെട്ടിയാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ 6ാമത്തെ ലൊക്കേഷൻ വരുന്നത് തോൽപ്പെട്ടിയാണ്. അവിടെ കാട്ടിനുള്ളിലൂടെ ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കയറാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തോൽപ്പെട്ടി പോകുമ്പോൾ ആനനെ കാണാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ പാമ്പുണ്ടെന്ന് പറഞ്ഞതാണ്. പെരുമ്പാമ്പുണ്ടാവുന്നതാണ് ഫാറൂഖ് പറഞ്ഞത്. നമുക്ക് നോക്കാം. റോട്ടുമൊക്കെ പെരുമ്പാമ്പ് അമ്പമാരി ഇങ്ങനെ കെടുക്കുന്നുണ്ടാവും. ചാടി പോണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഫാറൂഖ്. നമ്മള് മോഹന് ഭയങ്കര ത്രില്ലിലാണ്. ആനനെ കാണാനുള്ള ത്രില്ലിലാണ് അവന്. ആന കാണാം നമുക്ക്. എത്ര ആന കാണണോ? 6 ആന കാണണം. നമുക്ക് ഒരാനത്തിനെ കണ്ട അൽഹംദുലില്ലാ. അപ്പൊ 6 ആന കാണണമെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെന്താ വേറെന്താ കാണണ്ടേ? ജിറാഫിനെ കാണണ്ട. പിന്നെ പുലിനെ കാണണം. അപ്പൊ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ജിറാഫിനെ കാണണം. ഞാൻ ഓടിച്ചോണ്ട് ഇവിടെ കണിക്കൊന്നും ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിക്കുന്നത് ഭയങ്കര സ്റ്റൈലാണ് കാണാന്. അപ്പൊ നമ്മള് തോൽപ്പെട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ള ഇനി എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുന്ന് ജീപ്പ് വിളിച്ചിട്ടാണ് പോകേണ്ടത്. ഒരാൾക്ക് വരുന്നത് 105 രൂപ ടിക്കറ്റ്. പിന്നെ ജീപ്പിന് ടാക്സി ചാർജ് വേറെ വരും. 805 രൂപ ജീപ്പിന് ടാക്സി ചാർജ് വരും. ജീപ്പ് വിളിച്ച് പോണ ചാർജാണത്. അതിൽ ഒരാൾക്ക് കയറാൻ 105 രൂപ വേറെയും വേണം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ജീപ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൈം ഈവനിങ് 5 o'clock വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് മിസ്സായി. ഇപ്പോൾ നമ്മൾ തോൽപ്പെട്ടി കഴിഞ്ഞ് അവിടെ നമുക്ക് ഒരു ഭാഗ്യമില്ല എന്ന് പറയാം. കാരണം നമുക്ക് 5 മണിയായപ്പോഴേക്ക് അവിടുത്തെ ട്രാവലിംഗ് സർവീസ് നിർത്തി വെച്ചു. അവിടെ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തി വെച്ചു. അപ്പോൾ നമുക്ക് അതിൽ പോകാൻ പറ്റിയില്ല. രാവിലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് കാണാനും ഒരു ഉറപ്പ് പറയുന്നില്ല. ആനിമൽസ് ഉണ്ടെന്ന് ഉറപ്പില്ല. രാവിലെ ആണെങ്കിൽ ഒരാനെ കണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇനി തോൽപ്പെട്ടിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ സുൽത്താൻ ബത്തേരി പോയിട്ട് റൂം എടുക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പൊ ആ ട്രാവലിങ്ങിലാണ്. അപ്പൊ അതിന്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു ടീ ബ്രേക്ക് ഉണ്ട്. ടീ ബ്രേക്കിന്റെ ഹോട്ടലാണ് കാണിച്ചു തരാം. ഓക്കെ, അവിടെ പൊരിക്കടിയൊക്കെ അപ്പോത്തിന് കണ്ടില്ലേ? പൊരിക്കടി ഞാൻ നോക്കിയില്ല. അവിടെ പൊരിക്കടി ഉണ്ടെന്നാണ് നമ്മളെ ഫാറൂഖ് പറഞ്ഞത്. നമുക്ക് അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി റൂം എടുത്തു. 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 5 മണി കഴിഞ്ഞപ്പോൾ നല്ല ഫോഗാണ്. സുൽത്താൻ ബത്തേരി ടൗണ് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫോഗാണ് വരുന്നത്.
നമ്മൾ കുറച്ച് നേരം പാർക്ക് ചെയ്തിട്ടു. അതിനുശേഷം പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മളെ ലൊക്കേഷൻ വരുന്നത് മുത്തങ്ങയാണ്. മുത്തങ്ങ നേരത്തെ എത്താനുള്ള കാരണം, നേരത്തെ എത്തിക്കഴിഞ്ഞാലാണ് കുറച്ച് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഡ്രൈവിൽ ജീപ്പ് ഡ്രൈവ് ഉണ്ട് അവിടെ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു 1 hour ജീപ്പ് ഡ്രൈവിംഗ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരത്തെ ഇറങ്ങിയത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ മുത്തങ്ങ പോണ റോട്ടിലുള്ള കാഴ്ചയാണ്. നമ്മൾ മാനിനെ കാണാൻ പറ്റുന്നുണ്ട്, കാട്ടുപോത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മുത്തങ്ങ മോർണിംഗ് ഏകദേശം 6 മണിക്ക് നമ്മളിവിടെ എത്തി. 6 മണിക്ക് എത്തിയപ്പോൾ കൗണ്ടർ ഓപ്പൺ ആവല് 7 മണിക്കാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഷോപ്പിൽ വന്നതാണ്, ടീ ഷോപ്പിൽ വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കാക്കൻ്റെ നല്ല സൂപ്പർ പഴംപൊരി ഉണ്ട്. കാക്കൻ്റെ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ചെറിയ ടീ ഷോപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുത്തങ്ങയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജീപ്പിന് ടാക്സി ചാർജ് വരുന്നത് 720 രൂപയാണ് ജീപ്പിന് മാത്രം അതിന് വരുന്നത്. അതിൽ 7 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 4 പേരാണുള്ളത്. അപ്പോൾ 720 രൂപ കൊടുത്തിട്ട് ജീപ്പ് വിളിച്ചു. അതിനുശേഷം ഒരാൾക്ക് 160 രൂപ വെച്ചിട്ട് അതിൽ ജീപ്പിൽ കയറാനുള്ള ടിക്കറ്റ് വേറെ ഉണ്ട്. അതായത് ജീപ്പിൽ കയറാനോ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ കയറാനോ ഒരാൾക്ക് 160 രൂപ ഉണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ മുകളിലും 10 വയസ്സിൻ്റെ അടുത്തായ കുട്ടികൾക്ക് 70 രൂപ ടിക്കറ്റ് അതും വരുന്നുണ്ട്. വളർത്താനാ എവിടെ ഇതിവിടെ വളർത്തുന്ന ആനയാണ്. ഓക്കെ, ഈ നായനെ കണ്ട നമ്മൾ ആന എടുക്കാത്ത ആന. ഇനി നമ്മൾ പുലിന സിംഹത്തിനൊക്കെ കാണാൻ പോവുകയാണ്. മോർണിംഗ് മാനുക പുള്ളി മാനല്ല. ആഹാ അല്ല നോക്കണോക്ക. നല്ല പോലെ കിട്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ യാത്രയിൽ നമുക്ക് ഓരോരുത്തർ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. തന്നെ 5-6 മാന് അറിയാതെ വന്നതാണ്. നോക്കാം നമുക്ക് ബാക്കിയുള്ള ആണോ.
ഇതിനുള്ളിലാ 1 മണിക്കൂർ യാത്ര. അപ്പോൾ 1 hour ട്രാവലിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റില്ലല്ലേ? വണ്ടിയിൽ ഇറങ്ങാൻ അലൗഡ് ഇല്ലല്ലോ. നമ്മുടെ ഗൈഡാണ് ഫ്രണ്ടിൽ പോയത്. മിറർ കൂടി കാണുന്ന ആള് നമ്മുടെ ഡ്രൈവറാണ്. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് അലൗഡ് ഇല്ലല്ലോ. ചെറിയ തടാകമാണ് അവിടെ ഉള്ളത്. മാന് മുഴലൊക്കെ വരും. കാട്ടുപന്നിക്കാണ് കൂടുതലായിട്ട് വരുന്നത്. കാട്ടുപന്നി നാലാണ് തന്നെ കണക്ക് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങോട്ടുള്ള നന്ദിപ്പൂരില്ല മൂന്നുകൊണ്ടുള്ള ബോർഡറാണ്. ആനപ്പിണ്ടം. ആനപ്പിണ്ടം നമുക്ക് ആനപ്പിണ്ടത്തിനെ കാണാൻ പറ്റി. ആനനെ കാണാൻ പറ്റിയില്ല. നല്ല ചൂടുള്ള ആനപ്പിണ്ടാണ്. ബിക്കോസ് ആന ഏതൊരു 5 മിനിറ്റ് ആയിട്ടുള്ള ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പോവുക. ഇതാണ് ആൻ്റെ സൗണ്ട് കേട്ട് നമ്മള് ഓടേണ്ടി വരുമോന്ന് അറിയില്ല. ആൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഏതിലൂടെ വരാന്ന് അറിയില്ല. റൈറ്റ് സൈഡിൽ നിന്നാണ്. റൈറ്റ് സൈഡിൽ നിന്നാണ് സൗണ്ട് കേട്ടത്. അതത് അവിടെ ഫ്രണ്ടില് ആനയാണോ? ആന കൂട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങോട്ട് കോഴിക്കോട് സേഫാണെന്ന് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് കാട്ടാന കൂട്ടം മക്കളെ. നമ്മൾ നേരത്തെ ചൂടുള്ള ആനപ്പിണ്ടം കണ്ടില്ലേ, അത് ഇവരിതാണ്. ചെറിയ ഇതാണ് ഇത്. നേരത്തെ കണ്ട് നമ്മൾ വളർത്തുന്നതാണ്. ഇവർ റിയലായിട്ട് കാട്ടിലൂടെ നടക്കണ കാട്ടാനാണ്. അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ നിർത്തിയിട്ട് ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പോവുണ്ടവര്. നായുണ്ട് കൂടെ. അവരെ സൗണ്ടല്ല. അയ്യോ, കുട്ടിയുള്ളതുകൊണ്ടല്ലേ? ഇങ്ങോട്ട് കാട് കാണാൻ വന്നിട്ടേ അതാണ് പുള്ളിമാല. ഇനി നമുക്ക് ഇതിന്റെ അപ്പുറം എടുക്കുന്നത് കാണുമ്പോൾ മക്കളെ നിങ്ങളെ നിന്റെ നമ്മുടെ വീഡിയോയിൽ വരാനുള്ളതാണ്. എന്താ ഇത് ഇവര് പാരൻസ് ആയിട്ട് ഇറങ്ങിയത്. 2 മക്കളും അമ്മയും അച്ഛനും.
എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. ആ കുഞ്ഞു കുട്ടി എവിടെ എത്തിയാ? അവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അല്ല. പുള്ളിമാനാണ്. അപ്പോൾ എക്സിറ്റിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ റോട്ടിലാണ് കയറുന്നത്. വന്ന വഴികളല്ല. കർണാടക മൈസൂർ പോണ റോഡോ? ഇപ്പോൾ നമ്മുടെ 1 hour കാട്ടിനുള്ളിലൂടെയുള്ള ഡ്രൈവിങ് കഴിഞ്ഞ് അപ്പോൾ പുറത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തങ്ങ 1 hour ട്രാവലിങ് കഴിഞ്ഞു. നമ്മൾ പോവാണ്. ഇനി നമ്മളെ നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത് എടക്കൽ കേവാണ്. 8ാമത്തെ ലൊക്കേഷൻ വരുന്നത് എടക്കൽ കേവാണ്. ടിക്കറ്റ് നമ്മൾ എടുക്കണല്ലേ ഗൈസ്? ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എടക്കൽ കേവിൻ്റെ എൻട്രീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ചേച്ചി ടിക്കറ്റ് എത്ര? കാറിന് പാർക്കിംഗ് ടിക്കറ്റ് 40 രൂപ അല്ലേ? മുത്തങ്ങന്ന് എടക്കൽ കേവിലേക്ക് നമുക്ക് ഏകദേശം വരുന്നത് 27 കിലോമീറ്ററാണ്. 27 കിലോമീറ്റർ നമ്മളിപ്പോൾ ഇതേ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പാർക്ക് നമ്പർ 6 അല്ല, കാറിനാണ്. ബസ്സിന് എത്ര? ബൈക്കോ? ബൈക്ക് 10. നമ്മൾ എടക്കൽ ഗുഹ എത്തി. എടക്കൽ ഗുഹ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീ ഉണ്ട് 40 രൂപ പാർക്കിംഗ് ഫീ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പോവാണ്. നമുക്ക് നമ്മൾ എടക്കൽ ഗുഹ കാണാൻ പോവാം. ഓക്കെ. അപ്പോൾ ഈ എടക്കൽ ഗുഹയിൽ വന്നാൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ മുകൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കണം. എന്തിനാണെന്നറിയാം? നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ വേസ്റ്റായിട്ട് കളയാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഈ സ്റ്റിക്കർ കാണിച്ചു കൊടുത്താൽ ആ 20 രൂപ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ. ഒരാൾക്ക് എത്രയാണ്? ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ്. ആ അവർക്ക് പന കുട്ടി നോക്കാം. സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞ അല്ലേ? അവർക്ക് മോനെ അബി. ഓക്കെ. ഇതിന്റെ എൻട്രൻസ് ഇതാ ഇവിടെയാണ്. നല്ല കാപ്പിത്തൊട്ടൊക്കെ ആയിട്ട് ഇതിന്റെ സെക്യൂരിറ്റി ആണ് ഇവിടെ. അങ്ങനെ മല കയറി സ്റ്റാർട്ട് ചെയ്തു. അതെ നമ്മളെ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാ മതി. ഓക്കെ. പിന്നെ പ്രായമുള്ള ആൾക്കാര്, പ്രഗ്നന്റ് ആയ ആൾക്കാർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇനി നമുക്ക് അവിടെയാണ് എത്താനുള്ളത്.
റിസ്ക്കാണ് ഇവിടെ വരാന്നുള്ളത്. മറ്റേ ടോപ്പിലെത്താന്നുള്ളത് റിസ്ക് തന്നെയാണ്. Save the songs for you when you feel down and better. Shawty, I'll be there for you. We'll be like Bonnie and Clyde, helping everybody else. You and me against the world, girl. You'll be my B, I'll be your J, yeah. We'll be so dangerous in love, girl. Shawty, where you wanna go, go, go? ഇവിടെ അങ്ങ് കയറാൻ പറ്റുന്നത് സ്റ്റെപ്പ് വെച്ചിട്ടാണ്. London, Paris, Tokyo, oh, shawty, we could go. Don't need no luggage, na 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 na. Don't need no stress, girl, na 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 na. Just me and your songs alright, girl. I want nobody but you. അപ്പോൾ ഇതാണ് ഈ അടക്കൽക്കോടിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്. ഓക്കെ, ഇനി അങ്ങോട്ട് 2 ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. പക്ഷെ അത് കയറ്റല്ല, ഇറക്കാൻ തന്നെയാണ്. മിനിറ്റ്. Nobody but you. I want nobody but you. അപ്പം നമ്മൾ എടക്കൽ കേവിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് കാണാനുള്ളത് പുരാതന സമൂഹം ഉപയോഗിച്ചിരുന്ന അവരുടെ ലാംഗ്വേജിൻ്റെ പറയുന്ന പേര് ജാമിതീയ ചിഹ്നങ്ങൾ എന്നാണ് പറയുന്നത്, ജാമിതീയ ചിഹ്നങ്ങൾ. അപ്പോൾ അത് കാണാൻ പറ്റും. പിന്നെ മനുഷ്യരെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്, മൃഗങ്ങളെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്ലിയറിലൊരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, മിസ്സായിപ്പോയി, സോറി. അപ്പോൾ പിന്നെ നമുക്ക് കാണാനുള്ളത് മുകൾക്ക് നോക്കിയാൽ വലിയൊരു പാറക്കഷ്ണം, അതേ താഴേക്ക് വിയാറായിട്ട് നിൽക്കുന്ന ഒരു വലിയ പാറക്കഷ്ണം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഈ ചിഹ്നങ്ങളും ചിത്രങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഹെറിറ്റേജ് മ്യൂസിയം പോകുന്നുണ്ട്, അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എടക്കൽ കേവിൻ്റെ ടോപ്പ് വരെ നമ്മൾ കയറി എല്ലാം കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇറങ്ങുമ്പോൾ ഇതേപോലെ സ്റ്റീലിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതിലൂടെ ഇറങ്ങൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എടക്കൽ കേവ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഹെറിറ്റേജ് മ്യൂസിയമാണ്. നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനാണ്, 9ാമത്തെ ലൊക്കേഷനാണ് ഹെറിറ്റേജ് മ്യൂസിയം വരുന്നത്. അതോടുകൂടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലൊക്കേഷനായ ഹെറിറ്റേജ് മ്യൂസിയത്തേക്ക് പോവുകയാണ്. അപ്പോൾ എടക്കൽ കേവിൽ നിന്ന് ഹെറിറ്റേജ് മ്യൂസിയത്തേക്ക് വരുന്നത് ഏകദേശം 25 കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. വയനാട് ഇവിടെ ടിക്കറ്റ് വരുന്നത് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ. പിന്നെ മൊബൈൽ ക്യാമറയ്ക്ക് വരുന്നത് 20 രൂപ ക്യാമറയ്ക്ക് വരുന്നുണ്ട്. പോരെ. സ്കൂൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പണ്ട് കാലങ്ങളിൽ, അതായത് ഗോത്രവർഗത്തിൻ്റെ അന്നത്തെ കാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന
ഉപയോഗപ്പെട്ടിരുന്ന പാത്രങ്ങളും പിന്നെ അവരുടെ ടൂൾസ്, അവർ വേട്ടയാൻ ഉപയോഗിച്ചിരുന്ന ടൂൾസും പിന്നെ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇത് വരുന്നത് അടുപ്പിൻ്റെ മുകളിൽ നമ്മൾ ഉണങ്ങാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് ഈ 2 സാധനം അങ്ങനെയായിരുന്നു. അടുപ്പിൻ്റെ മുകളിൽ ഉണങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് പറഞ്ഞത്. വസ്തുക്കൾ ഉണക്കാനായിരിക്കും. പിന്നെ ഈ കാണുന്നത് ധാന്യങ്ങൾ ചേറാണ്. ചേറെന്ന് പറഞ്ഞാൽ അതിലുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ധാന്യങ്ങൾ മാത്രമല്ല ക്ലിയർ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത്. എടുത്ത് വെക്കാനുള്ള ഒരു ചെറിയ പാത്രമായിട്ട് ആണിത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ വലുതുണ്ട്. ധാന്യങ്ങൾ കൂടുതൽ കളക്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള ഒരു വലിയ പാത്രമാണിത്. പിന്നെ കർഷകർ ഉപയോഗിക്കുന്ന ടൂൾസാണ് ഇത്. ഉണക്കക്കോല് എന്ന് പറയും. അതായത് വൈക്കോല്, പശുവിനൊക്കെ കന്നുകാലികൾക്കുള്ള വൈക്കോല് അടിച്ച് സെറ്റ് ചെയ്യാൻ ഒതുക്കിയിട്ട് വെക്കാനുള്ളൊരു കോലാണിത്. ഇത് പിന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. 90 മോഡലുള്ള പിള്ളേർക്കൊക്കെ പരിചയം ഉണ്ടാവും. നിലം ഉഴുത് മറിക്കാൻ കന്നുകാലികളിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു. അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന കുടലമണി എന്നൊക്കെ പറയില്ലേ, എന്നാന്നൊന്ന് പുതിയതായിട്ട് യൂസ് ചെയ്യല് എനിക്കറിയില്ല. അപ്പോൾ അത് ഇതിൽ എഴുതിയിട്ടുള്ളത് പശുവിൻ്റെ കഴുത്തിൽ മണിക്ക് പകരം കെട്ടിയിരുന്നത് അതാണ്. അപ്പോൾ ഇത് കുറച്ച് സ്ട്രോങ് ആണ്. ഈ മെറ്റൽ മരം തന്നെയാണ്, പക്ഷെ നല്ല സ്ട്രോങ് ആണ്. നല്ല സൗണ്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് വരുന്നുണ്ട്. അടുത്ത് ചെറിയ മീൻ കുട്ടകളാണ്. കളക്ട് ചെയ്ത മീൻ, അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നവർ കളക്ട് ചെയ്ത മീൻ പിടിച്ചിട്ട് എടുത്ത് വെക്കാനുള്ള, കളക്ട് ചെയ്യാനുള്ള ചെറിയ കുട്ടകളാണ് ഇതൊക്കെ. ഇതും ധാന്യം എടുത്ത് വെക്കാൻ. അപ്പം നേരത്തെ കണ്ടല്ലോ അതിൻ്റെ ഒരു സ്മോൾ സൈസായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് മീൻകൂടാണ്. നമ്മൾ ഒറ്റൽ എന്ന് പറയും, എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ഒറ്റൽ എന്ന് പറയും. അത് ഡിഫറെൻറ്റ് മോഡലിലാണ്. ഓക്കെ, കണ്ടാവും. അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഡിഫറെൻറ്റ് മോഡലായിട്ടുള്ളതാണ്. ഇത് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഇതെല്ലാം മീൻ പിടിക്കാൻ ഉപയോഗിച്ചതാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ യൂസേജ് ഇതിൽ എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇതിനുള്ളിലേക്ക് കടക്കാൻ റേറ്റ്, നമ്മൾ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 റുപ്പീസാണ്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ 20 റുപ്പീസ് തന്നെ വരുന്നത്. ഇതെല്ലാം ഓരോ കൊത്തുപണികളാണ്, ഓരോ ഇൻഫോർമേഷൻ ആയിരിക്കും അവർക്കുള്ള. ഇനി ചില ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണോ അതും അറിയില്ല. ഓക്കെ, ഭയങ്കര സൈലൻ്റ് ആട്ടോ ഇവിടെ എല്ലാവരും. ഇവിടെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, നിശബ്ദത പാലിക്കുക. ഞാനെല്ലാം പെട്ടെന്ന് കാണിക്കാം. ഇതൊക്കെ ക്രിസ്തു വർഷം 15-ാം ശതകം എന്നാണ്. ഇത് എന്താണെന്നുള്ള സംഭവം എനിക്കറിയില്ല സത്യത്തിൽ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അടുത്ത ലൊക്കേഷൻ എത്തേണ്ടതുണ്ട്. ഓക്കെ, മൺപാത്രങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്.
നല്ല ഭംഗിയായിട്ട് ഷോക്ക് വെച്ച് തന്നെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൃഗവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ടൂൾസാണ്. പിന്നെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ടൂൾസ് എല്ലാം ഇതിലുണ്ട്. കുന്താണ്, നമ്മൾ കുന്തം എന്ന് പറയില്ല, കുന്തം. ആ കുന്താണ് ഈ കുന്തം. പിന്നെ അമ്പും വില്ല്, അതിൻ്റെ അമ്പും വില്ലുമാണിത്. പല മോഡലുണ്ട്. ഓക്കെ, ഇത് സംഗീത ഉപകരണമാണ്. എല്ലാം സംഗീത ഉപകരണങ്ങളായിട്ട് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നായിരുന്നു. ഇത് തൂക്കാണ്. നമ്മളെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സലാഡ് പിക്കിൾസൊക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ല. അതിൻ്റെ ഒരു മോഡലാണിത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ തണ്ണിത്തരിക എന്ന് പറഞ്ഞാൽ വെള്ളം തുളുമ്പി പോവാതെ നമ്മൾ തലയിൽ ചുമന്ന് കൊണ്ടുവരുമ്പോൾ യൂസ് ചെയ്തിരുന്നായിരുന്നു. മുകളിലുള്ള ഈ 2 പീസ് വരുന്നത് ചോറൂറ്റി, അതായത് ഫുഡൊക്കെ റെഡി ആയിട്ട് അതിൽ വെള്ളം റൈസും കോരിക. തവി എന്ന് പറയും ചില നാട്ടിൽ. ഇപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ട് അത് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ തവി, ചെറിയ തവി, അങ്ങനെയാണ് വരുന്നത്. ഇത് ഹീറ്റായിട്ടുള്ള മൺപാത്രങ്ങൾ എടുത്ത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് താഴെ വീണ് പോവാതെ യൂസ് ചെയ്യാണ്. താഴെ വീണ് പോവാതെ വെക്കാൻ യൂസ് ചെയ്യുന്ന സംഭവമാണിത്. അതിന് പേര് കലത്തരിക. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അത് കാണാതെ പോയത്. ഇത് ഡിഫറെൻ്റ് അളവിൽ പാല് കറക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതെല്ലാം കൊത്തി വെച്ചതാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഉറവിട കിളച്ചെടുത്തത് ക്രിസ്തുവർഷം 13-14 ശതകമായിട്ടാണ് വരുന്നത്. കരിങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കിട്ടിയത് മുത്തങ്ങയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ.